ലോകേഷ് കനകരാജ്, അമീർ ഖാൻ, നാഗാർജുന, അക്കിനേനി നാഗാർജുന, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ, ഗിരീഷ് ഗംഗാധരൻ. ഇത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്ന എടാ, ഇത് ലോകേഷിൻ്റെ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങും ലോകേഷിൻ്റെ ഫിലിം മേക്കിങ്ങും അല്ലാതിരുന്നിരുന്നെങ്കിൽ ഇതൊരു കാട്ടവരാതം ബോംബ് പടം ആയിട്ട് മാറുമായിരുന്നു. കഥയെന്ന് പറഞ്ഞാൽ തീരെ തട്ടിക്കൂട്ട്, കുറേ ലിയോ, കുറേ വിക്രം, ഇതെല്ലാം കൂടി എടുത്തു വെച്ചിട്ടുള്ള ഒരു മെസ്സാക്കിയിട്ടുള്ള ഒരു 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 സാധനം. പിന്നെ ഇവരൊക്കെ ഇതിൽ നാഗാർജുന ഇല്ലെങ്കിലോ അതുപോലെ ഉപേന്ദ്ര ഇല്ലെങ്കിലോ അമീർ ഖാൻ ഇല്ലെങ്കിലോ ഈ സിനിമയ്ക്കൊന്നും സംഭവിക്കില്ല. ഇത് തന്നെ ആയിരിക്കും അവരെ കൊണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ യാതൊന്നും തന്നെ ഈ സിനിമയിലില്ല. എസ്പെഷ്യലി നാഗാർജുന ജയറാമിന് പഠിക്കുകയാണ്. ജയറാം ഇതുപോലെ ഓരോ സൈഡ് റോളും വില്ലൻ റോളും ഒക്കെ പോയി ചെയ്യണം. ഇയാൾ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? ഇയാൾ എന്തിനാണ് ഇതൊക്കെ ഒന്ന് ചെയ്യണത്? രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു കാട്ടാവരാതം ആയിട്ട് തോന്നിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ സിനിമയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും അല്ല എക്സ്പെക്ട് ചെയ്ത് വന്നിരുന്നത് ലോകേഷ് കനകരാജിൽ നിന്ന്. ഇതിൽ ആകപ്പാടെ രജനീകാന്തിനെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന സാധനങ്ങളും അതിൻ്റെ ഒരു ഡി ഏജിങ്ങും അവിടെയൊക്കെ ഒരു ഹൈ ഉണ്ട്, ഒരു ഗൂസ് ബംസ് നമുക്ക് അടിക്കുന്നുണ്ട്. അതുപോലെ ഉപേന്ദ്ര വരുന്ന സീന് അവിടെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ ഒരു ഫൈറ്റുകളൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. രജനീകാന്തിനെ കൊണ്ട് മാറ്റുന്ന മാക്സിമം നന്നായിട്ട് തന്നെ ഫൈറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ ഉപേന്ദ്ര വരുന്നത്, പിന്നെ അവിടെയൊക്കെ ഒരു സ്കോറൊക്കെ അനിരുദ്ധ് പടപ്പിച്ച സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ പടത്തിൽ ഹൈ മൊമെൻറ്റ്സ് ഒന്നുമില്ല. ഇത് അനിരുദ്ധ് കുറേ കപ്പും കുറേ സ്റ്റാറും എന്തൊക്കെ വാരി എറിഞ്ഞല്ല ഇത് കണ്ടിട്ടാ. ഇൻ്റർവൽ ബ്ലോക്ക് മറ്റേ മറിച്ച് കളയും. എന്ത് ഇൻ്റർവൽ ബ്ലോക്ക്? ഇത് എത്ര പടത്തിൽ വന്നത്? എനിക്ക് സ്ഥിര സാധനം വന്നേ. ഇത് പണ്ട് ഒരുത്ത ഉണ്ടായിരുന്ന മാരെന്ന് അറിഞ്ഞുകൂടാ. അവനെ മറ്റേ ഇതിൽ പുതുതായിട്ട് വരുന്നു, അവൻ്റെ ഫ്ലാഷ് ബാക്കും മറ്റതും അവൻ മറ്റേ കൊണയാണെന്നും ഇതൊക്കെ തന്നെ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പൂട്ടിയിടും, കുറേ പേര് കൊല്ലാൻ വേണ്ടി വരും, അവിടെ രക്ഷിക്കോ ഇല്ലയോ അതിൻ്റെ സസ്പെൻസ്. അങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലത്തെ കുറേ കഥാപാത്രങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടയാണ്. ശ്രുതി ഹാസൻ 7/6 2.0. പിന്നെ സൗബിൻ ഷാഹിറുണ്ട്. സൗബിൻ ഷാഹിർ മഞ്ഞുമൽ ബോയ്സ് കളിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മണ്ണിനകത്ത് പോകും, പിന്നെ കുഴിക്കകത്ത് പോകും, തിരിച്ചു വരും, അങ്ങനെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. മറ്റേ എന്നുള്ള കുട്ടാപ്സിൻ്റെ ചിരിയൊക്കെ ഉണ്ട്. കുട്ടാപ്സ് സൗബിൻ ഷാഹിർ ഇടയ്ക്കൊക്കെ നല്ല വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമീർ ഖാൻ ഭൂലോക കോമഡി പീസ്. ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അമീർ ഖാൻ അയ്യോ തകർത്ത് മരിച്ചു. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അമ്മടെ കേവാ സണ്ണി കുട്ട അമീർ ഖാനെ. അയ്യോ ട്യൂബ് ഇരുത്തിക്കൊണ്ട് മറ്റേ ഇതിൽ വന്ന് ഇറങ്ങിയാണ്. പിന്നെ ഇതിൻ്റെ കഥയെന്ന് പറയണത്, ഇത് പോലീസുകാരൊക്കെ നമ്മുടെ നാഗാർജുനയുടെ കീഴിൽ കൂലിയായിട്ട് ജോലി ചെയ്യണ ഒരു യൂണിവേഴ്സാണ്. അല്ലാതെ പോലീസുകാരൊന്നുമില്ല. ജോലി ചെയ്യണതിൽ 90% പോലീസുകാർ, പക്ഷേ അവർക്ക് മാത്രം അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പ്രത്യേകതരം യൂണിവേഴ്സാണ്. അവിടെ സൗബിൻ്റെ പരിപാടികൾ അങ്ങനെ പോണ്. കുറച്ച് നേരമൊക്കെ കാണിച്ച്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഹാഫ് ഇത് ലോകേഷിൻ്റെ ഒരു മേക്കിംഗ് ഉണ്ട്. നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. നമുക്കിത് എന്താണ് നടക്കുന്നത് എന്നുള്ള നമ്മൾ ചത്ത ശവം പോലെയാണെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ പടത്തിൽ ഹൈ കുത്താക്കിയെന്ന് പറഞ്ഞില്ല. അപ്പം ഇതിങ്ങനെ ഈ സൗബിനെ കാണിച്ച് പോകുന്നു, പിന്നെ രജനീകാന്ത് വരുന്നു. വലിയ ഹൈ ഇൻട്രോ ഒന്നുമല്ല, സാധാ ഇൻട്രോ. അപ്പോൾ വിചാരിച്ച് നീ അങ്ങോട്ട് മറിക്കുമായിരിക്കും. ഒന്നുമില്ല. ഒരു രജനീകാന്ത് പേട്ടയിലെ ഹോസ്റ്റൽ നടത്തുകയാണ് ഇവിടെ. ഇതിൽ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. മറ്റേതുപോലെ തന്നെ രജനീകാന്ത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സത്യരാജിൻ്റെ മകളായിട്ടുള്ള നമ്മുടെ ശ്രുതി ഹാസൻ്റെ അടുത്ത് വരുന്നു. പിന്നെ ശ്രുതി ഹാസനെ സഹായിക്കുക, രക്ഷകൻ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ക്യാരക്ടറായിട്ട് വരുന്നു. നാഗാർജുന വരുന്നു. അയ്യോ ഇൻ്റർവൽ ബ്ലോക്കൊക്കെ എന്താ വലിയ തേങ്ങേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് ഒരു ഹൈ മൊമെൻറ്റും എനിക്ക് ഒരിടത്തും ഫീൽ ചെയ്തിട്ടില്ല. സെക്കൻഡ് ഹാഫ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലാഷ് ബാക്കൊക്കെ വരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻ്റർവൽ ബ്ലോക്കിലുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. അതല്ലാതെ രജനീകാന്തിനെ മാക്സിമം നന്നായിട്ട് രജനീകാന്ത് ചെയ്തിട്ടുണ്ട്. സ്വാഗ് സ്റ്റൈലും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് രജനീകാന്ത് ഫോൺ അൺലോക്ക് ചെയ്യണ ഒരു സീനുണ്ട് കേട്ടോ, ശ്രുതി ഹാസൻ്റെ ഫ്രണ്ട് വെച്ചിട്ട്. മുട്ട കോമഡിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പടം കാണുമ്പോൾ നോട്ട് ചെയ്ത്. അങ്ങനെ കൊണ്ട് പറ്റണ മാക്സിമം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വാഗ് സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഫസ്റ്റ് ഹാഫ് ഫുള്ള്, പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഏറെക്കുറെ. പിന്നെ അങ്ങോട്ട് ഇത് മടുപ്പായി. പിന്നെ അങ്ങോട്ട് ഇത് എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള സെറ്റപ്പ്. നമുക്ക് ഒന്നും വരാനില്ല. ഇതിൽ വെറും തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ്. ഇനി രണ്ടാമത് കാണുമ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും അയാൾ പണിഞ്ഞ് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലിയോയുടെ സെക്കൻഡ് ഹാഫ് എനിക്ക് തീരെ ആദ്യം വർക്കായിട്ടില്ലായിരുന്നു. പക്ഷേ രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് ഫ്ലാഷ് ബാക്ക് ഒഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് അത്യാവശ്യം വർക്കായതായിരുന്നു. ഇനി അതുപോലെയൊക്കെ വല്ല മിറാക്കിൾ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇയാൾ എന്തൊക്കെയോ വന്ന് നിന്നിട്ട് പറയാനുണ്ട്. കുറേ മൊത്തത്തിൽ ഓട്ടവും ബഹളവും അങ്കലാപ്പും. പടം തുടക്കത്തിലൊക്കെ ഭയങ്കര സ്ലോയിൽ ഡിഫൈൻ ചെയ്ത് നടപ്പിക്കണം. പിന്നെ പടം ഫാസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും പ്രോപ്പറായിട്ട് ക്യാരക്ടേഴ്സിനെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരുപാട് ആൾക്കാരെ പിടിച്ച് മെസ്സാക്കി ഇടുമ്പോഴേക്കും നമുക്ക് ആരോടെ ഫോളോ ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ല. ഒരു വിഷയം വരുന്നു, അടുത്ത വിഷയം വരുന്നു. ഇതിലൊന്നും യാതൊരു ലോജിക്കും ഇല്ല നീ കാണിക്കണേന്. ഇത് യാതൊരു യൂണിവേഴ്സ് ഒന്നും നമ്മൾ ആലോചിച്ചു. പിന്നെ മാസാക്ഷം പടത്തിൽ നമ്മൾ ലോജിക്ക് നോക്കണ്ടേ? എന്നാലും എന്തരടേ ഇത്? ചുമ്മാ ഇരുന്ന് ഇതിൽ ഇയാളൊരു കണ്ടുപിടുത്തം നടത്തുന്നുണ്ട്. നമ്മുടെ സത്യരാജ് ലോക കോമഡി പീസ്.
ലോക കോമഡി കണ്ടുപിടുത്തം. അത് ഒരിടത്തും അതിന് പ്രാക്ടിക്കലി അങ്ങനെ സാധനം ചെയ്യാനും അപ്രൂവലൊന്നും കിട്ടില്ല എന്ന് അറിയാൻ വെച്ചിട്ട് ഒരു സാമാനം എടുത്തത്. അതുകൊണ്ട് അയാൾക്ക് ചാക്കാലം ഉണ്ടായി കിട്ടിയെന്നുള്ളതാണ്. അനിരുദ്ധ് കുറേ ഇടങ്ങളിൽ തകർത്തിട്ടുണ്ട്. കുറേ ഇടങ്ങളിൽ എവിടെയൊക്കെ കണ്ട പോലെ തന്നെയാണ്. മറ്റേ എന്തിരല്ല അരിമയ്ക്ക് മുമ്പുള്ള അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് പോകണം നാഗാർജുനയ്ക്ക്. അനിരുദ്ധ് പാട്ടൊക്കെ കാണാനൊക്കെ കൊള്ളായിരുന്നു. മറ്റേ നമ്മളെ ഫസ്റ്റത്തെ മറ്റേ പാട്ടുണ്ടല്ലോ ഇയാളെ ജൂ ടാ ജുഗു ജുഗു ജൂ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മോണിക്കയും കൊള്ളായിരുന്നു. സൗബിൻ്റെ കുറേ കൂടി സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ ബാക്കി സ്റ്റെപ്പൊക്കെ കോമഡി ആയിപ്പോയി. ഈ നമ്മൾ ട്രെയിലർ കണ്ട സ്റ്റെപ്പുകളൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സീനുകളൊക്കെ കണ്ട് പോയപ്പോഴേക്കും ഇതിന് അങ്ങോട്ട് എന്തെങ്കിലും കാണുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ അങ്ങോട്ടൊന്നും ഭീകരമായിട്ട് സംഭവം, കാരണം ആരും വന്നിട്ടില്ല. ഉപേന്ദ്ര വന്നിട്ടില്ല, അമീർ ഖാൻ വന്നിട്ടില്ല, കാര്യമായിട്ടൊന്നും സംഭവം നടന്നിട്ടില്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ മരം പോലെ പടം പോകണം. സെക്കൻഡ് ഹാഫ് വന്നിട്ട് പിന്നെ സ്ഥിരം ടെംപ്ലേറ്റ് ക്ലീഷേ സാധനങ്ങൾ തന്നെ, ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് ക്ലീഷാണെന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നുറുങ്ങ് പരിപാടികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തീരെ ഇത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇനി രണ്ടാമതോ മൂന്നാമതൊക്കെ കാണുമ്പോഴേക്കും കഷ്ടപ്പെട്ട് ലോകേഷിൻ്റെ പടമാണേ, അതുകൊണ്ട് കുറ്റം പറയില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട് ഇട്ടോണം. ലോകേഷിൻ്റെ ക്ലാസ്സാണ്, നിനക്കൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയല്ല. എനിക്കിത് തീരെ ഈ പടം വർക്കൗട്ടായില്ല. ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിയോ ഒക്കെ മുത്തടേ, ലിയോയ്ക്ക് അത്രയും കുറ്റം പറഞ്ഞതിനെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രചിത റാം ഒരു റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കൂടുതൽ പറയല്ല. പിന്നെ റബ മോണിക്ക ബിഗിലൊക്കെ ഉള്ള മലയാളി അവൾ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണാ രവി, മോനിഷ ബ്ലസ്സി, കാളി വെങ്കട്ട്, ഇവരൊക്കെ തന്നെ മെയിൻ റോൾ. തമിഴ് ഇവരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളെ ബാബുരാജ് ഏട്ടൻ ഉണ്ട് കേട്ടോ. ബാബുരാജ് ഏട്ടൻ തഗ് ലൈഫിനകത്ത് ട്യൂബിട്ട് കിടത്തി. അതിനുശേഷം ഇവൻ്റെ തെലുങ്ക് പടം പറയും കിങ്ഡമിനകത്ത് വീൽ ചെയറിലിരുത്തി. ഈ സിനിമയിൽ 2 സീനിൽ വരണുണ്ട്. ഒരു സീൻ ഇടികൊള്ളാനും ഒരു സീനിൽ വെടികൊള്ളാനും. അതാണ് ബാബുരാജ് എന്തിനാണോ ഇങ്ങനത്തെ റോളിലൊക്കെ പോയി അഭിനയിക്കുന്നത്. ഗിരീഷ് ഗംഗാധരൻ്റെ സിനിമാറ്റോഗ്രഫി നല്ല, ടെക്നിക്കലി നല്ല, ആർട്ട് മാത്രം കുറച്ച് ചിലയിടത്തൊക്കെ സെറ്റ് ഇട്ടത് പോലെയൊക്കെ നോക്കി പറയണമെന്ന് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഫിലോമിൻ രാജിൻ്റെ എഡിറ്റിങ് ലോകേഷ് കൈവച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിന് പറയാനൊന്നും പറ്റില്ല. അതൊക്കെ കൊള്ളായിരുന്നു. പ്രവീൺ രാജ മേക്കപ്പ് ഇങ്ങനെ കാണാനൊക്കെ ഒരു രസമുണ്ടായിരുന്നു. വയസ്സായി വയ്യാത്ത പോലെയൊന്നും ഫീൽ ചെയ്യില്ല, ഒരു എനർജി ഫീൽ ചെയ്യണുണ്ട് രജനീകാന്തിന്. ഫൈറ്റൊക്കെ മാക്സിമം നന്നായിട്ട് തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഈ ഹൈ മൊമെൻറ്റിൻ്റെ ഇയാൾ രജനീകാന്തിന് വേണ്ടി ഒരു സിനിമ ചെയ്യണം, ഇതുപോലത്തെ ഒരു പടം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു വച്ചിരിക്കുന്ന ഒരു സിനിമ. അയാളുടെ ഫൈറ്റും രജനീകാന്തിൻ്റെ സ്വാഗും ഡയലോഗും സിഗരറ്റ് കത്തിക്കുന്നതും മറ്റേ ബബിൾ ഗോറിയില്ല, ഒരു കപ്പലണ്ടിയാണ് വലിച്ചെറിയണത് ഇങ്ങനെ വായിക്കാത്ത, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമ എടുക്കണമെന്ന് ലോകേഷിൻ്റെ സ്റ്റൈലിൽ ഒരു മാസ് മസാല പടം രജനീകാന്തിന് വേണ്ടി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു വച്ചിരിക്കുന്ന സിനിമയാണ്. അതിനൊന്ന് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അമീർ ഖാനെയും ബാക്കി ടീമുകളെയൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ തീർച്ചയായിട്ടും നിരാശനാണ്. ഇതെന്തായാലും LCയിലും കൂടി കുത്തിക്കയറ്റിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകുമായിരുന്നു. ഭാഗ്യത്തിന് ഇത് സ്റ്റാൻഡ് അലോൺ പടമാണ്. അത് ഞാൻ ഈ റോളക്സിൻ്റെ ചാട്ടനായിട്ട് വല്ല അമീർ ഖാൻ കെട്ടിയെടുക്കുമെന്നൊക്കെ പേടിച്ച് അങ്ങനെയൊന്നും വന്നില്ല. സന്തോഷം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.